പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരിസ്മ പെന്തക്കൊസ്ത അഭിഷേക ധ്യാനം 7-ാം ദിവസം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെപ്പറ്റി നമുക്കൊന്ന് ധ്യാനിക്കാം. ക്രൈസ്തവ വിശ്വാസ പ്രമാണത്തിലെ 8-ാമത്തെ വിശ്വാസ സത്യം പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന ഏറ്റുപറച്ചിലാണ്. പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും ഒപ്പം പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനാണെന്നും അവിടുന്ന് ദൈവമാണെന്നും വിശ്വസിക്കുന്നതോടൊപ്പം അവിടുത്തെ പ്രവർത്തനങ്ങളിലും വിശ്വസിക്കുക എന്നാണ് പരിശുദ്ധാത്മ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനം? പിതാവായ ദൈവം സൃഷ്ടികർമ്മവും പരിപാലനവുമാണെങ്കിൽ, പുത്രനായ ദൈവം രക്ഷാകർമ്മമാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വിശുദ്ധീകരണ കർമ്മമാണ്. പരിശുദ്ധാത്മാവ് സദാ ദൈവജനത്തെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിശുദ്ധീകരണത്തിന് പരിശുദ്ധാത്മാവ് പ്രത്യേക വരദാനങ്ങളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. വിശ്വാസികൾക്ക് നൽകുന്ന പ്രത്യേക വരദാനങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവ് ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്നതെന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. 2-ാം വത്തിക്കാൻ സൂനകദോസിൻ്റെ ഏറ്റവും പ്രധാന രേഖയായ ലുമൻ ജൻസീം അഥവാ തിരുസഭയെ പറ്റിയുള്ള പ്രമാണരേഖ, അതിൻ്റെ 12-ാമത്തെ ഖണ്ഡികയിൽ സഭ ഔദ്യോഗികമായി ഇങ്ങനെ പഠിപ്പിക്കുന്നു: പരിശുദ്ധാത്മാവ് കൂദാശകളും വിശുദ്ധ ശുശ്രൂഷകളും വഴി മാത്രമല്ല ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്നതും നയിക്കുന്നതും അവരെ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതും. പ്രത്യുത എല്ലാ ജീവിത അന്തസ്സിലുമുള്ള വിശ്വാസികളുടെ ഇടയിൽ പ്രത്യേക വരദാനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുമാണ്. അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഐച്ഛികമല്ല, പ്രത്യുത ക്രിസ്തീയ ജീവിതത്തിൻ്റെയും സഭയുടെ സുവിശേഷ വേലയുടെയും അവിഭാജ്യ ഘടകമാണ്. അതിനാൽ അവ അനിവാര്യമാണ്. എല്ലാ ക്രൈസ്തവരും അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വരദാനങ്ങളോട് തുറവുള്ളവരായിരിക്കണം എന്നുകൂടി സഭ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് ആ രേഖയിൽ തന്നെ. അതിപ്രകാരമാണ്: ഈ വരങ്ങൾ ഏറ്റവും വ്യക്തമായവയോ കൂടുതൽ ലളിതമോ അസാധാരണമോ ആയാലും സഭയുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുരൂപവും ഉപകാരപ്രദവുമാകയാൽ സമാധാനത്തോടെ സ്വീകരിക്കപ്പെടണം. അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെ നിസ്സാരവൽക്കരിക്കുകയോ നിരാകരിക്കുകയോ അവ ക്രിസ്തീയ ജീവിതത്തിന് അത്യാവശ്യമുള്ളതല്ല എന്ന നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപം തന്നെയാണ്. ആത്മാവിനെ നിങ്ങൾ കെടുത്തിക്കളയരുത് എന്ന് ആദിമസഭയോട് പൗലോസ് അപ്പോസ്തലൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. പ്രവചനങ്ങൾ നിന്ദിക്കരുതെന്നും പൗലോസ് താക്കീത് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളോട് നിസ്സംഗതയും തുറവില്ലായ്മയും കാണിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥ ക്രിസ്തു ശിഷ്യനല്ല, വെറും ലൗകിക മനുഷ്യനാണെന്ന് പോലും പൗലോസ് അപ്പോസ്തലൻ പറയാൻ ധൈര്യപ്പെടുന്നുണ്ട്. 1 കൊരിന്തോസ് 12:14 ലൗകിക മനുഷ്യന് ദൈവത്തിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ആത്മീയ മനുഷ്യനാകട്ടെ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വരങ്ങൾ ഏവയൊക്കെയാണെന്ന് കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ 8 മുതൽ വാക്യങ്ങളിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾക്ക് വിജ്ഞാനത്തിൻ്റെ വചനം ആത്മാവാൽ നൽകപ്പെട്ടിരിക്കുന്നു, മറ്റൊരാൾക്ക് അതേ ആത്മാവാൽ അറിവിൻ്റെ വചനം.
വേറൊരാൾക്ക് അതേ ആത്മാവാൽ വിശ്വാസവും മറ്റൊരാൾക്ക് അതേ ആത്മാവാൽ രോഗശാന്തിക്കുള്ള വരങ്ങളും. ഒരുവന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവും മറ്റൊരുവന് പ്രവചനവും വേറൊരുവന് ആത്മാക്കൾ വിവേചിക്കാനുള്ള കഴിവും വേറൊരുവന് വിവിധ ഭാഷകളും മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനവും. ഓരോരുത്തർക്കും തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രത്യേക ദാനങ്ങൾ നൽകുന്ന അതേ ആത്മാവ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നു. ഈ വരദാനങ്ങളെപ്പറ്റി ഹ്രസ്വമായി നമുക്കൊന്ന് കാണാം. ഒന്നാമത്തേത് അറിവിൻ്റെ വചനം. ക്രിസ്തുവിലുള്ള അറിവും ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിശ്വാസികൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നതാണ് അറിവിൻ്റെ വരം അഥവാ അറിവിൻ്റെ വചനം. 1 കൊരിന്തോസ് 2:9-10 പൗലോസ് സൂചിപ്പിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ നിഗൂഢ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണത്. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളത് നിന്റെ ഭർത്താവല്ല എന്ന് യേശു സമരിയാക്കാരിയോട് പറഞ്ഞത് ഒരു നല്ല ഉദാഹരണമാണ്. സ്വന്തം പറമ്പ് വിറ്റതിന് ശേഷം അതിലൊരു ഭാഗം ഒളിച്ചു വെച്ച അനനിയാസിനോട് ആ പത്രോസ് പറയുന്നുണ്ട്, അനനിയാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും നിന്നെ വിലയുടെ ഒരു ഭാഗം മാറ്റിവെക്കാനും പിശാച് നിന്നെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ട്? അനനിയാസ് പണം ഒളിച്ചു വെച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് പത്രോസിന് മനസ്സിലായത്. അതാണ് അറിവിൻ്റെ വരം. രണ്ടാമത്തെ വരം ജ്ഞാനത്തിൻ്റെ വചനം. ജ്ഞാനത്തിൻ്റെ വചനം. അറിവിൻ്റെ വചനവും ജ്ഞാനത്തിൻ്റെ വചനവും ഒരുപോലെയാണെന്ന് തോന്നിയേക്കാം ഒറ്റ നോട്ടത്തിൽ. അവ പലപ്പോഴും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. എന്നാലും അവ രണ്ടും രണ്ടാണ്. പരിശുദ്ധാത്മാവ് നൽകിയ വെളിപ്പെടുത്തൽ വഴി ഒരു കാര്യം അറിഞ്ഞ് പറയുന്നതാണ് അറിവിൻ്റെ വരം എങ്കിൽ, ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കത്തക്ക വിധം വചനം ഉപയോഗിക്കുന്ന വരമാണ് ജ്ഞാനത്തിൻ്റെ വരം. ഒന്നുകൂടെ പറയാം. പരിശുദ്ധാത്മാവ് നൽകിയ വെളിപ്പെടുത്തൽ വഴി ഒരു കാര്യം അറിഞ്ഞു എന്ന് പറയുന്നതാണ് അറിവിൻ്റെ വചനം. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ അറിവിലൂടെ ലഭിച്ച പ്രശ്നം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അത് പരിഹരിക്കത്തക്ക വിധം വചനം ഉപയോഗിക്കാനുള്ള പ്രത്യേക വരമാണ് ജ്ഞാനത്തിൻ്റെ വചനം. ഒരു ഉദാഹരണം നോക്കാം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിൻ്റെ അടുത്ത് ഫരീസയർ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നില്ല. യേശു അവളെ കല്ലെറിഞ്ഞുകൊള്ളുക എന്ന് യേശു പറയുകയാണെങ്കിൽ അതുവരെയും യേശു പ്രഘോഷിച്ചിരുന്ന ക്ഷമ എന്ന ആ വലിയ തത്വത്തിനെതിരായി ഈശോ പ്രവർത്തിച്ചു എന്ന് ആരോപിക്കാൻ സാധിക്കും. കല്ലെറിയണ്ട എന്ന് പറഞ്ഞാൽ മോശം നൽകിയ നിയമം അവൻ ലംഘിച്ചു എന്നുള്ള കുറ്റവും ചുമത്തപ്പെടും. അവരുടെ പരമന്റെ ഉദ്ദേശം ഈശോ അറിവിൻ്റെ വരത്താൽ അഥവാ വചനത്താൽ മനസ്സിലാക്കിയ ശേഷം അത് പരിഹരിക്കാൻ പറ്റിയ ഒരു വചനം ഉപയോഗിക്കുന്നു. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ. ഇവിടെ കല്ലെറിയണമെന്നോ ഈശോ പറയുന്നില്ല. പക്ഷേ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന ആ വാക്ക് അതൊരു ജ്ഞാനവചനമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ കർത്താവ് ഉപയോഗിച്ച ഒരു സംസാര രീതിയാണത്. മൂന്നാമത്തെ വരം വിശ്വാസപരമാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്ന വിശ്വാസമല്ല ഇത്. മറിച്ച് അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കാനുള്ള ശക്തിയാണത്. ഇതേപ്പറ്റിയാണ് ഈശോ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇവിടെ നിന്ന് ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് ഈശോ പറയുമ്പോൾ അവിടുന്ന് സൂചിപ്പിക്കുന്നത് സാധാരണ വിശ്വാസത്തെ പറ്റിയല്ല, വിശ്വാസവരത്തെ പറ്റിയാണ്.
യോഹന്നാന്റെ സുവിശേഷം 14:12 ഈശോ തന്നെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവനെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും, ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിനാൽ. അതായത് പിതാവിൻ്റെ പക്കലേക്ക് ഈശോ വയൽ പരിശുദ്ധാത്മാവ് വരുമല്ലോ. ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിനാൽ, അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുന്നതിനാൽ ഇവയേക്കാൾ വലിയവ നിങ്ങൾ ചെയ്യും. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം വിസ്മയിച്ചു പോകും. പത്രോസിന്റെ നിഴല് ചെന്ന് വീഴുന്ന രോഗികൾ പോലും സൗഖ്യം പ്രാപിച്ചിരുന്നതിനാൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും അനേകം രോഗികളെ കൊണ്ടുവന്ന് പത്രോസ് പോകുന്ന വഴി അരിയിൽ കിടത്തുമായിരുന്നു എന്ന് പറഞ്ഞ ശേഷം വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, എല്ലാവരെയും പത്രോസ് സുഖപ്പെടുത്തി. എല്ലാവരെയും സുഖപ്പെടുത്തി എന്ന് സുവിശേഷം പറയുന്ന യേശുക്രിസ്തുവിനെ പറ്റിയാണ്. ഇവിടെ പത്രോസ് എല്ലാവരെയും സുഖപ്പെടുത്തി എന്ന് ലൂക്കാസ് വിശേഷകൻ അപ്പോസ്തല പ്രവൃത്തിയുടെ 5-15-16 വാക്യങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. 4-ാമത്തെ വരം രോഗശാന്തി വരമാണ്. മർക്കോസ് സുവിശേഷം 16-17-18 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന അവസാനത്തെ ചില സന്ദേശങ്ങളാണ്. അല്ല, ഇങ്ങനെയാണ് ഈശോ പറയുന്നത്, വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, അവർ അന്യഭാഷകൾ സംസാരിക്കും, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. രോഗശാന്തി വരം ക്രിസ്തുവിൻ്റെ ശക്തിയാണ് അവിടെ പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് രോഗശാന്തി കൊടുക്കുന്നത്. നാമത്തിൽ എന്നതിനർത്ഥം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും യോഗ്യതയാൽ ആണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോഴൊക്കെ അർത്ഥമാക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, സഹനം, മരണം, ഉത്ഥാനം എന്നിവ വഴി അവിടുന്ന് നേടിയെടുത്ത യോഗ്യതയാൽ, യേശുവിൻ്റെ യോഗ്യതയാലാണ് രോഗശാന്തി കൊടുക്കുന്നത്. പക്ഷേ രോഗശാന്തി വരം ലഭിച്ചവർക്കാണ് ഇത് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നത് വളരെ ശ്രദ്ധേയമാണ്. 5-ാമത്തെ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗവും രോഗശാന്തി കൊടുക്കലും ഒരുമിച്ചാണ് നടന്നിരുന്നതെന്ന കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്താ കാണിക്കുന്നത്? യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മനുഷ്യരിൽ വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അവരുടെ ജിജ്ഞാസ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ല. യേശു അതിലൂടെ പേരെടുക്കാൻ വേണ്ടിയുമായിരുന്നില്ല. മറിച്ച് അത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഈശോ പ്രവർത്തിച്ച അനേക വേറെ അടയാളങ്ങളുണ്ട്, അവയൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നതിനും അതുവഴി നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ രോഗശാന്തി വരം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ പ്രകാശനവും അതിൻ്റെ ഉദ്ദേശം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതുമാണ്, നാം മറക്കരുത്. 5-ാമത്തെ പ്രത്യേക വരം അത്ഭുത പ്രവർത്തന വരമാണ്. പ്രകൃതി നിയമങ്ങളെ ദൈവം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി തൽക്കാലത്തേക്ക് മാറ്റുന്നതാണ് അത്ഭുത പ്രവർത്തന വരം. ജോഷുവയുടെ പ്രാർത്ഥന കേട്ട് ദൈവം കുറേ നാളത്തേക്ക് സൂര്യൻ അസ്തമിക്കാൻ അനുവദിച്ചില്ല എന്ന് ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെ വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. യേശു ജനം വിശന്ന് വലഞ്ഞപ്പോൾ അപ്പം വർദ്ധിപ്പിച്ചത് ഈ അത്ഭുത പ്രവർത്തന വരത്താലാണ്. വെള്ളത്തിന് മുകളിൽ നടന്നത് ഈ അത്ഭുത പ്രവർത്തന വരത്താലാണ്. കാനായിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയതും അത്ഭുത പ്രവർത്തന വരത്താലാണ്. പത്രോസിന് ഈ വരം കൊടുത്തത് കൊണ്ടാണ് പത്രോസിന് യേശുവിനെപ്പോൾ തന്നെ കടലിന്റെ മീതെ കുറെ നേരത്തേക്കെങ്കിലും നടക്കാൻ സാധിച്ചത്. അവൻ കർത്താവിൽ ദൃഷ്ടി ഉറപ്പിച്ച് നടന്നിരുന്നെങ്കിൽ അത് പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നു. സാത്താനെ പുറത്താക്കുന്നതും അത്ഭുത പ്രവർത്തന വരത്തിന്റെ ഭാഗമാണ്. 6-ാമത്തെ പ്രത്യേക വരം പ്രവചനപരമാണ്. ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു വിശ്വാസി സംസാരിക്കുന്നതാണ് പ്രവചനപരം. ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു വിശ്വാസി സംസാരിക്കുന്നതാണ് പ്രവചനപരം. പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ
1-ാം 21-ാം പ്രവചനവരത്തെ പറ്റി പ്രത്യേകമായി പത്രോസ് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാണ്: പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ബുദ്ധിയാൽ രൂപം കൊണ്ടതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ ദൈവത്തിന്റെ മനുഷ്യർ സംസാരിക്കുന്നതാണ്. കൊരിന്ത്യർക്ക് എഴുതാം 1-ാം ലേഖനത്തിന്റെ 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്: പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ ഉണർവ് വരുത്തുന്നു. 1 കൊരിന്ത്യർ 14:5 പൗലോസ് പറയുകയാണ്: മറ്റ് വരദാനങ്ങളെക്കാൾ ഉത്തമം പ്രവചനപരമാണ്. തെസ്സലോനിക്കർക്കുള്ള 1-ാമത്തെ ലേഖനത്തിന്റെ 5:20 പ്രവചനങ്ങൾ നിന്ദിക്കരുതേ എന്ന് പൗലോസ് താക്കീത് ചെയ്യുന്നുണ്ട്. പ്രവചനം അന്യഭാഷയിൽ ലഭിക്കും എന്നുള്ള കാര്യം വളരെ സവിശേഷമായ ഒന്നാണ്. 1 കൊരിന്ത്യർ 14:21 ഇപ്രകാരം പൗലോസ് പഠിപ്പിക്കുന്നു: നിയമത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അന്യഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ മുഖേനയും അന്യദേശക്കാരുടെ അധരങ്ങൾ മുഖേനയും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. ഇത് പെന്തക്കോസ്താ ദിനത്തിൽ സംഭവിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. നിരക്ഷരകുഷികളായ പത്രോസും മറ്റു കൂട്ടുകാരും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് അവിടെ കൂടി യഹൂദരോട് സംസാരിച്ചത് അന്യഭാഷയിലായി. അതിന്റെ ഫലം എന്താണ്? ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു കൊന്നത് ആഘോഷമാക്കിയിരുന്ന യഹൂദജനം പൂർണ്ണമായ മാനസാന്തരത്തിലേക്ക് വന്ന് 3000-ഓളം പേർ അന്ന് തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവരുടെ മാനസാന്തരം പൂർണ്ണമായ എന്നൊരടയാളമാണിത്. തുടർന്ന് നമ്മൾ വായിക്കുന്ന ശിഷ്യരുടെ എണ്ണം കണക്കാക്കാൻ പറ്റാത്തത് വർദ്ധിച്ചു എന്നാണ്. പത്രോസിന്റെയും മറ്റ് അപ്പോസ്തലന്മാരുടെയും പ്രവചനമായിരുന്നതിന് കാരണമാക്കിയത്. അവർ അന്യഭാഷ സംസാരിച്ചു. അത് ജനത്തിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. അന്യഭാഷാ പ്രവചനം ദൈവം ഒരാൾക്ക് തരുമ്പോൾ അത് മാതൃഭാഷയിലേക്ക് വ്യാഖ്യാനിക്കാനുള്ള വരം കൂടെ ആ സമൂഹത്തിലുള്ള ആർക്കെങ്കിലും, ചിലപ്പോൾ അനേകം പേർക്കും ദൈവം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ 1 കൊരിന്ത്യർ 14:24 ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത്, ഈ അന്യഭാഷ പ്രവചിക്കുമ്പോൾ വിജാതീയര് പോലും മാനസാന്തരപ്പെടുമെന്നാണ്. ഞാൻ നടത്തുന്ന ധ്യാനങ്ങൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണിത്. അന്യഭാഷാ പ്രവചനം സമൃദ്ധമായി ദൈവം ചൊരിയാറുണ്ട് ധ്യാനങ്ങളിൽ. അത് വ്യാഖ്യാനിക്കാനുള്ള കൃപയും അനേകർക്ക് ദൈവം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അതികഠിന ഹൃദയത്തോടു കൂടി ധ്യാനം കൂടുകയും ധ്യാനത്തിന്റെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്തിട്ട് മാറ്റവും മാനസാന്തരം വരാതെ കരിങ്കല്ല് പോലത്തെ മനസ്സുമായിരിക്കുന്ന വ്യക്തികളിൽ അന്യഭാഷാ പ്രവചനപരത്തിന്റെ ശുശ്രൂഷ സമയത്ത് കങ്കുപൊട്ടി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് മാനസാന്തരപ്പെടുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നത് സാധാരണ ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് 100 കണക്കിന്, മുൻകാലങ്ങളിൽ 1000-കണക്കിന് യുവജനങ്ങൾ പങ്കെടുക്കുന്ന ഷാലോ മീറ്റ് അല്ലെങ്കിൽ എബൈഡ് ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്ന അനേക യുവാക്കന്മാരും യുവതികളും പ്രവചനപര സമയത്ത് ആ വരത്തിന്റെ വ്യാഖ്യാനപരം വെളിപ്പെടുത്തപ്പെടുമ്പോൾ മറച്ചു വച്ചിരുന്ന വലിയ ദുഷ്ടതകൾ പോലും പരസ്യമായി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നത് അനിഷേധ്യമായൊരു സത്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എത്രയോ ശരിയാണ്. 1 കൊരിന്ത്യർ 14:24 വിജാതിയർ പോലും മാനസാന്തരപ്പെടുകയും 3 കാര്യമാണ് വചനത്തിൽ പറയുന്നത്. വിജാതിയർ മാനസാന്തരപ്പെടും, അവർ സത്യദൈവത്തെ ആരാധിക്കും, അവർ യേശുക്രിസ്തുവിന്റെ സാക്ഷികളായി മാറുകയും ചെയ്യും. 7-ാമത്തെ പ്രത്യേക വരം ആത്മാക്കൾ വിവേചിക്കാനുള്ള വരമാണ്. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വരമല്ല ഇത്. മറിച്ച് പരിശുദ്ധാത്മാവാണോ മനുഷ്യാത്മാവാണോ ദുരാത്മാവാണോ ഒരു കാര്യത്തിന്റെ പിന്നിൽ, ചിലപ്പോൾ ആ കാര്യം നന്മ തന്നെ ആയിരിക്കും, ബാഹ്യമായ നല്ല കാര്യമായിരിക്കാം, പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏത് അരൂപിയാണെന്ന് തിരിച്ചറിയാനുള്ള പ്രത്യേക വരമാണത്. 2 കൊരിന്ത്യർ 11:14 പൗലോസ് പറയുന്നില്ലേ, അത്ഭുതപ്പെടേണ്ട, പിശാച് തന്നെയും വെളിച്ചത്തിന്റെ ദൂതനായി വേഷം കിട്ടും.
അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിശ്വാസം സംബന്ധിച്ച് ഒരുപാട് പേര് സത്യമല്ലാത്ത വിശ്വസിക്കാൻ ഇടയാകുന്ന തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന കാലമാണിത്. സുവിശേഷ പ്രഘോഷകർ പോലും സഭയുടെ പ്രബോധനങ്ങളിൽ വ്യതിചലിച്ച് അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾക്ക് അമിതമായി ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിന്നാണോ, അതോ പറയുന്ന മനുഷ്യന്റെ ആത്മാവിൽ നിന്നാണോ, അത് ദുരാത്മാവിൽ നിന്നാണോ ഇത് വരുന്നതെന്ന് വിവേചിക്കുക അറിയണം നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ വരത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് ഭാഷാപരമാണ്. 2 തരം ഭാഷാപരമുണ്ട്. ഭാഷാപരത്തെ സംസാരിക്കുക, അതിന് പറയുന്ന പേര് പ്രവചിക്കുക എന്നാണ്. ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുക, അതിന് പറയുന്ന പേര് ഭാഷാപര പ്രാർത്ഥന എന്നാണ്. ഭാഷാപര പ്രാർത്ഥനയെപ്പറ്റി നമുക്കൊന്നും ചിന്തിക്കാം. റോമാലേഖനം 8:26 പൗലോസ് പറയുകയാണ്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ നിസ്സഹായതയിൽ പ്രാർത്ഥിക്കുന്നു. അതായത് പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്, ആഗ്രഹിക്കുന്നത്, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വേണ്ട വിധം. ഇത് എല്ലാ മനുഷ്യൻ്റെയും നിസ്സഹായതയാണ്. കാരണം മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകലമാണ് കാരണം. ദൈവം അരൂപിയും മനുഷ്യൻ ജഡികനുമാണ്. അരൂപിയായ ദൈവത്തോട് ജഡികനായ മനുഷ്യനെ ബന്ധപ്പെടുക അസാധ്യമാണ്. അതുകൊണ്ട് മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അരൂപിയായ ദൈവത്തോട് സമ്പർക്കം പുലർത്താൻ പറ്റുകയുള്ളൂ. ഓരോ ക്രിസ്ത്യാനിയിലും പരിശുദ്ധാത്മാവ് നിത്യമായി വസിക്കുന്നത് കൊണ്ട് പൗലോസ് പറയുകയാണ്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? മനുഷ്യരെന്ന നിലയിൽ നമുക്ക് പ്രാർത്ഥിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ബലഹീനതയിൽ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അവാച്യമായ നെടുവീർപ്പുകളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ ശ്രദ്ധിക്കണം, അവിടെ അർത്ഥമുള്ള വാക്കുകളൊന്നുമില്ല, അവാച്യമായ നെടുവീർപ്പുകൾ മാത്രം. അതുകൊണ്ട് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കേൾക്കുന്ന ശബ്ദം നമുക്ക് മനസ്സിലാകുന്നില്ല, അർത്ഥമില്ലാത്ത വാക്കുകൾ നമുക്ക് തോന്നിപ്പോകുന്നതാണ്. ആ ശബ്ദം ശരിയായ ഭാഷാവരമുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ആ കേൾക്കുന്ന സ്വരം പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ്. ഇത് നമ്മളാരും സ്വന്തമായി മനഃപൂർവ്വം പുറപ്പെടുവിക്കുന്ന ശബ്ദമല്ല, പരിശുദ്ധാത്മാവാണ് ആ ശബ്ദത്തിൻ്റെ ഉടമസ്ഥൻ. പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകം പറയുന്നത്, ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശൂന്യമായിരിക്കുമെന്നും നമ്മുടെ ആത്മാവ് സജീവമായിരിക്കുമെന്നുമാണ്. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേന്ന്. അത് എൻ്റെ മനസ്സിൻ്റെ പ്രവർത്തന പ്രധാനമായിട്ട് ഞാൻ പഠിച്ച് വെച്ചൊരു പ്രാർത്ഥന ഓർത്തെടുത്ത് പ്രാർത്ഥിക്കുക. അല്ല, നിങ്ങൾ പറയാം, അച്ഛാ എനിക്ക് ഒരു ഇന്ന രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് അവിടെ പ്രത്യേകം പ്രവർത്തിക്കുക. ഇന്ന രോഗമാണ് എൻ്റെ മനസ്സുകൊണ്ട് തിരിച്ചറിഞ്ഞിട്ട് ആ രോഗം മാറാൻ വേണ്ടി പ്രത്യേക പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് മനസ്സിൻ്റെ പ്രവർത്തനമാണ് പ്രധാനമായിട്ട്. തീർച്ചയായിട്ടും അതരത്തിലൂടെ പ്രകടമാകുന്നെന്ന് മാത്രം. എന്നാൽ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് തീർത്തും ഫലശൂന്യമായിരിക്കും. മറിച്ച് ആത്മാവാണ് മുഴുവൻ പങ്കും വഹിക്കുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 14:14 പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്നാൽ മനസ്സ് ഫലരഹിതമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഭാഷാവരത്തിലെ പ്രാർത്ഥന 100% ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത പിതാവിൻ്റെ ഹിതപ്രകാരമേ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുകയുള്ളൂ എന്നതിനാൽ ഭാഷാവരത്തിലെ പ്രാർത്ഥന 100% ഫലദായകവുമായിരിക്കും. ഇതിൻ്റെ ശക്തി പിശാചിന് നന്നായിട്ട് അറിയാവുന്നതുമാണ്. ഭാഷാവരത്തെ പറ്റി തെറ്റിദ്ധാരണകളും വെറുപ്പും നിസ്സംഗതയൊക്കെ നമുക്ക് തരുന്നത്. ഈശോ ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചിരുന്നതായി കാണുന്നുണ്ട്. ലാസറിനെ ഉയർപ്പിക്കുവാനായി അവൻ്റെ കല്ലറയിലേക്ക് പോകുമ്പോൾ 2 തവണയാണ് ദൈവവചനം പറയുന്നത്, അവിടുന്ന് ആത്മാവിൽ നെടുവീർപ്പിട്ടു. ആത്മാവ് നെടുവീർപ്പിടുക എന്ന് പറയുന്ന ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക എന്ന് തന്നെയാണ്. ഭാഷാവരം എങ്ങനെയാണ് കിട്ടുന്നത്? വളരെ ലളിതമാണ്. പരിശുദ്ധാത്മാവിനെ ആത്മാർത്ഥമായി വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയ ശേഷം ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന മാലാഖമാരുടെ പ്രാർത്ഥനാ ശബ്ദം വിശ്വാസപൂർവ്വം ഉരുവിട്ടുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ എന്ന ശബ്ദത്തെ പരിശുദ്ധാത്മാവ് മാറ്റി ഭാഷാപരമാക്കി രൂപാന്തരപ്പെടുത്തിക്കൊള്ളും. വിശ്വാസവും പ്രത്യാശയും ആഗ്രഹവും പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായും എല്ലാവർക്കും ആ വരം കിട്ടും.
ഭാഷാവരം എല്ലാവർക്കും നൽകപ്പെടുന്ന വരമാണെന്ന് 1 കൊരിന്ത്യർ 14:4 പൗലോസ് അപ്പോസ്തലൻ ഉറപ്പ് തരുന്നുമുണ്ട്. 9ാമത്തെ വരം വ്യാഖ്യാനപരമാണ്. ഇത് സ്വപ്നവും ദർശനവും വ്യാഖ്യാനിക്കാനുള്ള വരമല്ല, പ്രത്യേകത അന്യ ഭാഷയിലുള്ള പ്രവചനം വ്യാഖ്യാനിക്കാനുള്ള വരമാണ്. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 14:27-28 വാക്കുകളിൽ ഇതേ പഠിപ്പിച്ചിട്ടുണ്ട്. അന്യ ഭാഷകൾ സംസാരിക്കുന്നെങ്കിൽ 2-3 പേർ സംസാരിക്കട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരാൾ വ്യാഖ്യാനിക്കുകയും ചെയ്യണം. അപ്പോൾ പ്രവചനവരം ദൈവം തരുമ്പോഴെല്ലാം അതോടൊപ്പം വ്യാഖ്യാനവരം കൂടെ തരും. പ്രവചനം അന്യഭാഷയിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും വ്യാഖ്യാനം ആവശ്യമുണ്ട്. അതിനാൽ തന്നെ അന്യഭാഷാ പ്രവചനം നടക്കുന്നിടത്തെല്ലാം വ്യാഖ്യാനവരത്തിൻ്റെ അഭിഷേകവും ദൈവം വർഷിക്കും. നമുക്ക് ഈ 2 വരങ്ങളോടും തുറവുണ്ടായിരിക്കുകയും വിശ്വാസമുണ്ടായിരിക്കുകയും നമ്മൾ അതിനുവേണ്ടി തീക്ഷണമായി യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമുക്ക് ഈ വരം ലഭിക്കും. പ്രവചനവരത്തിൻ്റെ വ്യാഖ്യാനവരത്തിൻ്റെ പ്രത്യേകത അത് സഭയെ പടുത്തുയർത്തുമെന്നതാണ്. നമ്മൾ 2 കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കുടുംബത്തിൻ്റെ മാത്രമല്ല, തിരുസഭയാകുന്ന കുടുംബത്തിൻ്റെയും അംഗമാണ്. തിരുസഭയാണ് നമ്മുടെ യഥാർത്ഥ കുടുംബം. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തോടെ അവസാനിക്കും. തിരുസഭയാണ് നമ്മുടെ യഥാർത്ഥ കുടുംബം. അത് ഈ ജീവിതത്തിലും പരജീവിതത്തിലും ഒരുപോലെ പ്രസക്തമാണ്. തിരുസഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വരങ്ങളെല്ലാം. തിരുസഭയുടെ ആവശ്യം എന്താണ്? ജനതകളെ മുഴുവനും മാനസാന്തരപ്പെടുത്തി സ്വർഗത്തിലെ പിതാവിനോട് രമ്യതപ്പെടുത്തുക. അതിന് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഏറ്റവും സഹായകരമാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസികളായ എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളോട് അത്യന്തം തുറവുള്ളവരായിരിക്കും. അതിനുവേണ്ടി യാചിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക മാത്രമല്ല, അത് വിവേകത്തോടെ ഉപയോഗിച്ച് അനേക രക്ഷയ്ക്ക് ഉപകരണമാവുകയും ചെയ്യും. നമുക്ക് ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വരങ്ങളെല്ലാം നമ്മുടെ കർത്താവ് തൻ്റെ കുരിശ് മരണം മൂലം നമുക്കെല്ലാവർക്കും വേണ്ടി സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളത് ചോദിച്ചാൽ അവിടെ തീർച്ചയായും തരും. ഇന്നത്തെ ആരാധനയിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. എന്തെന്നാൽ ചോദിക്കുന്ന ആർക്കും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുന്നത്, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുന്നത്? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്നരുളിച്ച കർത്താവായ യേശു ക്രിസ്തുവേ, സ്വർഗസ്ഥനായ പിതാവ് ഞങ്ങൾക്ക് ഏറ്റവും നല്ല ദാനങ്ങൾ, അതായത് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ നൽകുമെന്ന് ഈ വചനത്തിലൂടെ അങ്ങ് ഉറപ്പ് നൽകിയിരിക്കുന്നല്ലോ. നന്ദി, ആരാധന യേശുവേ, സ്തോത്രം യേശുവേ, നന്ദി, ആരാധന. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ സമൃദ്ധമായും അധികമായും പിതാവ് നൽകുമെന്ന് ഈശോയെ ഈ വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. നാഥ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങയുടെ വാഗ്ദാനം ഞങ്ങളിൽ പൂർത്തിയാകാൻ ആവശ്യമായ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ.
ജ്ഞാനസ്നാനമേറ്റ ഞങ്ങളിൽ എല്ലാവരിലും സദാ സന്നിഹിതനായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളാണ് വിശ്വാസരാഹിത്യം മൂലം തടസ്സപ്പെടുത്തിയത്. അവിടത്തേക്ക് എല്ലാ വരദാനങ്ങളും തരുവാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അതിനു വേണ്ടി ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, ഈ വരദാനങ്ങളെ സംശയിക്കുകയും ചിലപ്പോഴെങ്കിലും പരിഹസിക്കുകയും നിരാകരിക്കുകയും ഇതൊന്നും ക്രൈസ്തവ ജീവിതത്തിന് അത്യാവശ്യമുള്ളതല്ല എന്ന് തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ ഹൃദയം നുറുങ്ങി പശ്ചാത്തപിക്കുന്നു. നന്മയതാണെന്നറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നവനും പാപം ചെയ്യുന്നു എന്ന് വചനത്തിലൂടെ പഠിപ്പിക്കുന്ന കർത്താവേ, എല്ലാവരുടെയും നിത്യരക്ഷ നേടിയെടുക്കുക എന്ന പരമോന്നത നന്മ ചെയ്യുവാൻ ജ്ഞാനസ്നാനം വഴി ഞങ്ങൾ കടപ്പെട്ടവരാണ്. സകല മനുഷ്യരുടെയും നിത്യരക്ഷ നേടിയെടുക്കുക എന്ന പരമോന്നത നന്മ പ്രവൃത്തി ചെയ്യുവാൻ ജ്ഞാനസ്നാനം വഴി ഞങ്ങൾ എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. എങ്കിലും ഞങ്ങളത് പാടെ മറന്ന് ഞങ്ങളുടെ സ്വന്തം ആത്മീയ ജീവിതത്തിലേക്കും സ്വന്തം ഭൗതിക ഉയർച്ചയിലേക്കും ഞങ്ങളുടെ പ്രാർത്ഥനകൾ പോലും ചുരുക്കി കൊണ്ടുവന്ന് ഞങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചു. ഓ കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപാവരങ്ങൾ ഞങ്ങളിലേക്ക് ചൊരിയണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക 9 വരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അറിവിന്റെ ഒരു ഭാഗം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന അറിവിന്റെ വചനം എന്ന വരം ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിന്റെ അറിവിന്റെ ഒരു ഭാഗം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന അറിവിന്റെ വരം എന്ന കൃപാവരം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. അറിവിന്റെ വചനം മൂലം വെളിപ്പെടുത്തി കിട്ടിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തക്ക ജ്ഞാനവചനം എന്ന വരം ഞങ്ങൾക്ക് നൽകണമേ. അറിവിന്റെ വചനം മൂലം വെളിപ്പെടുത്തി കിട്ടിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തക്ക ജ്ഞാനവചനം എന്ന പ്രത്യേക വരം ഞങ്ങൾക്ക് നൽകണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കാനുള്ള വിശ്വാസവരം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കാനുള്ള വിശ്വാസവരം ഞങ്ങൾക്ക് നൽകണമേ. യേശുവിന്റെ നാമത്തിൽ അവന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉയർപ്പിന്റെയും യോഗ്യതയാൽ രോഗികളെ സുഖപ്പെടുത്തുന്ന രോഗശാന്തി വരം ഞങ്ങൾക്ക് നൽകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അതായത് യേശുവിന്റെ മനുഷ്യാവതാരത്തിന്റെയും സഹനത്തിന്റെയും മരണത്തിന്റെയും ഉയർപ്പിന്റെയും യോഗ്യതയാൽ രോഗികളെ സുഖപ്പെടുത്തുന്ന രോഗശാന്തി വരം ഞങ്ങൾക്ക് നൽകണമേ. പ്രകൃതി നിയമങ്ങളുടെ മേൽ അധികാരം തരുന്ന അത്ഭുത പ്രവർത്തനവരം ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ. മനുഷ്യരുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി പ്രകൃതി നിയമങ്ങളുടെ മേൽ അധികാരം തരുന്ന അത്ഭുത പ്രവർത്തനവരം ഞങ്ങൾക്ക് നൽകണമേ. ദൈവിക ദൂതുകൾ സംസാരിക്കാനുള്ള പ്രവചനവരം ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് അന്യഭാഷയിൽ കർത്താവിന്റെ വാക്കുകൾ പ്രവചിക്കാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിന്റെ ദൂതുകൾ സംസാരിക്കാനുള്ള പ്രവചനവരം ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് അന്യഭാഷയിൽ പ്രവചിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ദൈവാത്മാവാണോ, സ്വന്തം ആത്മാവാണോ, ദുരാത്മാവാണോ, എല്ലാ കാര്യങ്ങളുടെ പിന്നിലുള്ളത്, പ്രത്യേകിച്ച് നന്മയുടെ രൂപത്തിൽ വരുന്ന കാര്യങ്ങളുടെ പോലും പിന്നിലുള്ളതെന്ന് തിരിച്ചറിയാനുള്ള വിവേചനാവരം തരണമേ. ദൈവാത്മാവാണോ, സ്വന്തം ബുദ്ധിയാണോ, അതോ ആത്മാവാണോ, ദുരാത്മാവാണോ കാര്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, നന്മയുടെ രൂപത്തിൽ വരുന്ന കാര്യങ്ങളുടെ പോലും പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള വിവേചനാവരം ഞങ്ങൾക്ക് നൽകണമേ. അവാച്യമായ നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനാവരം, ആ ഭാഷാവരം ഞങ്ങൾക്ക് നൽകണമേ.
അവ അച്ഛമ നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളുടെ ഉള്ളിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഭാഷാവരം എന്ന കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. അന്യഭാഷാ പ്രവചനങ്ങൾ മാതൃഭാഷയിലേക്ക് വ്യാഖ്യാനിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. അന്യഭാഷാ പ്രവചനങ്ങൾ മാതൃഭാഷയിലേക്ക് വ്യാഖ്യാനിക്കാനുള്ള കൃപാവരവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, അടിയങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ട് ഈ മിശിഹായുടെ യോഗ്യതയാൽ ഈ വരദാനങ്ങൾക്ക് തരുന്നതിന് ഞങ്ങൾ നന്ദി സ്തുതി അർപ്പിക്കുന്നു. അപ്പോൾ വിവേകപൂർവ്വം ഉപയോഗിച്ച് ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.